ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇന്നലെ ഏകദേശം ഉച്ച സമയത്ത് 242 മനുഷ്യർ, അതിൽ വിമാനം പറക്കുന്ന പൈലറ്റും കോ പൈലറ്റും എയർ ഹോസ്റ്റസുമാരും വിവിധ രാജ്യങ്ങളിലുള്ള യാത്രക്കാരടക്കമുള്ള സഹോദരി സഹോദരന്മാരും ചെറിയ കുട്ടികളടക്കം 242 പേരിൽ ഒരാളൊഴികെയുള്ള മുഴുവൻ ആളുകളും ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ട് തൊട്ടടുത്ത പ്രദേശത്ത് തീപിടിച്ച് മരിച്ച വിവരം നമുക്കൊക്കെ അറിയാം. പടച്ചവൻ ആ മരണപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലെ ആളുകൾക്ക് ആശ്വാസം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണം. ഇത്തരം ദുരന്തങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങളിലും അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകണം. അപകട മരണങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ നൽകേണ്ടുന്ന ഒരു സംഗതിയാണ്. ജീവിതത്തിലെ എത്ര തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ലോകം പുരോഗമിച്ചാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത മരണം ഏത് സമയം, എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് മരിക്കുന്നത് എന്ന് ഒരാൾക്കും ഇന്ന് വരെ തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ പല സൂറകളിലും മനുഷ്യർ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി ഈ കാര്യങ്ങൾ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ഒരു മനുഷ്യന്റെ മരണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് മരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ആ മനുഷ്യൻ അവിടെ എത്തിയത്? ഒരിക്കലും പ്രതീക്ഷിക്കാതെയായി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ ഖറല്ലാഹു ലി അബ്ദി അൻ യമൂത ബിഅർദി ജഅല ലഹു ഇലൈഹാ ഹജാൻ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു മനുഷ്യന്, ഒരു അടിമക്ക് അള്ളാഹു ഇന്ന സ്ഥലത്ത് മരിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് എങ്കിൽ, അള്ളാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ, ജഅലലഹു ഇലൈഹി ഹാജ, ആ മരിക്കാനുള്ള സ്ഥലത്തേക്ക് അള്ളാഹു തആല അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കിക്കൊണ്ടു. അങ്ങനെയാണ് ഓരോ പ്രദേശത്തും ചില ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഈ വിമാനാപകടത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യനാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് മരണം എന്നുള്ളത്. അപ്പം എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ ഒക്കെ മരിക്കണം എന്നുള്ളത് പടച്ച തമ്പുരാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. ആ സമയമായി കഴിഞ്ഞാൽ, അത് നോക്കൂ നിങ്ങൾ, നമുക്കറിയാവുന്ന ആയത്തുകളാണ്. ഒരു മനുഷ്യന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് അത് അല്പം നീട്ടുകയോ കുറയുകയില്ല. നമുക്കൊക്കെ പരിചിതമായ ആയത്തുകളാണ്. ഒരു മനുഷ്യന്റെ അജൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ പിന്തിക്കുന്ന, അതൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രശ്നവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മരണം സമയമാകുമ്പോൾ നമ്മളെ തേടി വരും. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, ആ സമയമാകുമ്പോൾ അത് നമ്മളെ തേടി വരും. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഒരു പ്രദേശത്തേക്ക് എങ്ങനെ വരണം. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു സഹോദരി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ കുറഞ്ഞ ലീവിന് ഇവിടെ വരികയും ഇവിടെ ഗവൺമെന്റ് ജോലിയിൽ വീണ്ടും അവർ ജോലിയിൽ പ്രവേശിക്കുകയും 5 വർഷത്തേക്ക് ലീവ് എടുത്തു പോവുകയും ചെയ്തു. പക്ഷെ ഈ സമയത്ത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയമുണ്ട്, അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. എവിടെ വെച്ചാണ് ഓരോരുത്തരും മരിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ സമയമാകുമ്പോൾ ആ മരണം നമ്മളെ പിടികൂടും. അതിന് പ്രായവ്യത്യാസമല്ല. ചിലപ്പോൾ ശിശുക്കളായിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ മരിച്ചു പോകാറുണ്ട്, യുവാക്കളായിക്കൊണ്ട് മരിക്കാറുണ്ട്, യുവതികളായി മരിക്കുന്നു, ഇല്ലേ? ബാല്യ കാലഘട്ടങ്ങളിൽ ചെറിയ പ്രായമുള്ള നമ്മുടെ മക്കള് നമ്മോട് വിട പറഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇണകളിൽ നിന്ന് ഭാര്യയോ ഭർത്താവോ നമ്മോട് വിട പറഞ്ഞു പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മോട് വിട പറയുന്നു. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ നമ്മോട് വിട പറഞ്ഞു പോകുന്നു. സമയമാകുമ്പോൾ മരണത്തിന്റെ പ്രായമോ ദേശമോ ഒന്നും ഒരു വിഷയമേ അല്ല എന്ന് അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് നമുക്കൊക്കെ വരാവുന്ന ഒരു സംഗതിയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, മരണം നിങ്ങൾ ഏതൊന്നിലാണോ ഓടി ഒളിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് ബങ്കറുകളിലാണെങ്കിലും. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദുഃഖകരമായ മറ്റൊരു വാർത്തയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ആക്രമിക്കുകയും ബോംബിംഗ് നടത്തുകയും എത്രയോ ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഒരു കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി ഒളിച്ചു കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഫൈന്നഹു മുലാഖീകും, അതാ സമയമാകുമ്പോൾ, ആ സെക്കൻഡ് ആകുമ്പോൾ, എവിടെയാണോ പടച്ച തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ചിലപ്പോൾ അത് പള്ളിയിൽ വെച്ചായിരിക്കാം, അങ്ങാടിയിൽ വെച്ചായിരിക്കാം, വാഹനത്തിൽ വെച്ചായിരിക്കാം, യാത്രയിൽ വെച്ചായിരിക്കാം, നമ്മളെ രോഗിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുമ്പോഴായിരിക്കാം, മയ്യത്തുമായി പോകുന്ന, ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ പോകുന്ന ആംബുലൻസിലെ ജീവനക്കാരനായിക്കൊണ്ടായിരിക്കാം. എങ്ങനെയാണ് എന്ന് ഒരാൾക്കും നിശ്ചയമില്ല. അത് സമയമാകുമ്പോൾ നിങ്ങളെ പിടികൂടും. പിന്നീട് ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയാവുന്ന ലോകത്തിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയാണ്. അവിടെ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി നിങ്ങൾ അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെയാണ് വിശ്വാസികളായ സഹോദരന്മാർ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഈ മരണത്തോടു കൂടി അവസാനിക്കുകയല്ല. ഈ ദുനിയാവിൽ മനുഷ്യൻ പ്രവർത്തിച്ചിരിക്കുന്ന അവന്റെ വിശ്വാസവും അവന്റെ കർമ്മങ്ങൾക്കും അനുസരിച്ചു കൊണ്ടായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കൂല. ജീവിതമുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ,
ജീവനുള്ള മുഴുവനും ഈ ലോകത്ത് നിന്ന് വിട പറയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സൂസിയ ലിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുകയാണ്, ജീവനുള്ള ആത്മാവുള്ള എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം നശിച്ചു പോവുക തന്നെ ചെയ്യും, മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ പ്രവർത്തിച്ചതിന്റെ പൂർണ്ണമായ പ്രതിഫലം, ഇവിടെ നമ്മൾ നല്ലവരായിക്കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ, അള്ളാഹും അവന്റെ പ്രവാചകനും പറഞ്ഞതുപോലെയാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നൽകപ്പെടും. അല്ല, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിച്ചുകൊണ്ട് താന്തോന്നികളായിക്കൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ അതിന്റെ തിക്തമായ ഫലവും അവൻ അനുഭവിക്കേണ്ടി വരും. ആര് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ, അവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മരണ വാർത്തയും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം, ആ ഓരോ മരണവും നമുക്കുള്ള ഒരു വായിതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ധരിച്ചിരുന്ന മൂതിരത്തിന്മേൽ എഴുതി വെച്ചിരുന്നു, കഫൽ മൗത്ത് വായിദൻ ബിക യാ ഉമർ. അദ്ദേഹത്തിന്റെ മൂതിരത്തിന്റെ പുറത്ത് എഴുതി വെച്ചിരുന്ന അദ്ദേഹം കഫൽ മൗത്ത് വായിദൻ ബിക യാ ഉമറെ, നിനക്ക് ഒരു മരണം മതി, നിനക്കൊരു ഉപദേശകനായിക്കൊണ്ട്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടാൽ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരു വ്യക്തി മരണപ്പെട്ടാൽ, അല്ല അറിയാത്തൊരു വ്യക്തി മരണപ്പെട്ടാലും നമുക്കൊരു സിഗ്നലാണ്, ഉപദേശകനാണ്. ഇന്നലെ ഓൻ മരിച്ചില്ലേ, മിഞ്ഞാൻ അദ്ദേഹം മരിച്ചില്ലേ, അതുകൊണ്ട് നീയും ഇതാ മരിക്കാനിരിക്കുന്നവനാണ് എന്ന ഒരു ഉപദേശമാണ് സത്യത്തിൽ ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. എവിടെയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. നിങ്ങൾ എവിടെ തന്നെയാണ് എങ്കിലും ഭദ്രമായ കോട്ട കൊത്തളങ്ങളിലാണ് നിങ്ങൾ അടക്കപ്പെട്ടതെങ്കിൽ പോലും, ബങ്കറുകളിലാണ് നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പോലും, അവിടെയും നിങ്ങൾ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. ചില ആളുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ കുട്ടികളായിരിക്കുമ്പോൾ മരിക്കും. ചില ആളുകളുടെ മരണം എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്യാൻസർ ആയിക്കൊണ്ടായിരിക്കും നമ്മൾ ചില ആളുകളുടെ മരണം, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള വേറെന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ മരണം, അല്ലെങ്കിൽ അപകട മരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദുരന്തങ്ങളിൽപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ആശുപത്രി കിടക്കയിൽ കുറെ കാലങ്ങൾ ചികിത്സിച്ച് അതിന് വിധേയനായിക്കൊണ്ടായിരിക്കാം നമ്മൾ മരിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് രോഗിയും അദ്ദേഹത്തെ ആ രോഗിയെ പരിചരിക്കുന്ന ബന്ധുക്കളും ആഗ്രഹിക്കുന്ന കാലം വരെ നീണ്ടുപോകും, മരിക്കാതെ പോകും. വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും. അല്ലാഹു പറയാണ്, വല്ലാഹു ഖലഖക്കും, അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സുമ്മ യതവഫാക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംദി ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈഅൻ. വയസ്സിന്റെ അങ്ങേയറ്റം വരെ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം വരെ ചിലപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് പോലും നിങ്ങൾക്കറിയാത്ത ഒരു കാലഘട്ടം. ഇന്നല്ലാഹു ഖദീർ, തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ മരണം എന്നൊന്നും നമുക്ക് ആർക്കും അറിയുകയില്ല. ഏതായാലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഗതികൾ നമ്മൾ സദാസമയം ഓർക്കണം. ഓരോ മരണം നമ്മൾ പലപ്പോഴും ഇപ്പോ ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ കുടുംബത്തിൽ പല ആളുകളും മരണ വീടുകളിൽ പോയി വന്നിട്ടുണ്ടാവും, ജനാസ നിസ്കരിച്ച് വന്നിട്ടുണ്ടാവും. നമ്മുടെ ബന്ധുക്കളോ കുടുംബങ്ങളോ അല്ലെങ്കിൽ അയൽപ്പക്കാരോ ആരൊക്കെ ആയിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞത് അക്സിറു ദിക്റ ആദിമിൽ ലഗാത്ത്. നമ്മളെ എല്ലാ സുഖ സൗകര്യങ്ങളും നശിപ്പിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. നമുക്ക് അതാണ് വേണ്ടത്. ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, പടച്ചോനെ ഞാനും ഇങ്ങനെ മരിക്കണം, എന്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന ആളാണല്ലോ, എന്നേക്കാൾ പ്രായം കുറവാണല്ലോ അദ്ദേഹത്തിന്,
അവൾക്ക് എന്നേക്കാൾ പ്രായം കുറവാണല്ലോ, പക്ഷേ അധ്യാപകർ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂടെ LP സ്കൂളിലും UP സ്കൂളിലും ഹൈസ്കൂളിലും കോളേജുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന പല സുഹൃത്തുക്കളും സഹപാഠികളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ നേരത്തെ മരിച്ചുപോയി. അല്ലാഹു നമുക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടി തന്നതാണ്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ ആയുസ് തീരുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖയ്യിസ് ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത് ആരാ? മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഇതാണ് ഒരു മരണം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. എന്താണ് പറഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോൾ ബുദ്ധിമാനായ ആള് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് മൻ ദാന നഫ്സഹു, തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്. എന്തിന്? വഅമില ലിമാ ബഅദൽ, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ദുന്യവിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഞാൻ ഇപ്പോ മരിക്കുകയാണെങ്കിൽ, ഞാൻ ഈ നിമിഷം മരിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള സംഗതികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ഉണ്ടോ? അതിനു വേണ്ടി തന്റെ ശരീരത്തെ തയ്യാറാക്കി നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ ആളിലെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഗതിയാണ്. അതിനിപ്പം നമുക്ക് കുറെ പ്രായമായിട്ടില്ലല്ലോ. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗ, ഇനിയും മരിക്കാൻ ഇനിയും കാലമുണ്ടല്ലോ, ഇപ്പോഴൊന്നും മരിക്കാനായിട്ടില്ലല്ലോ. ഇത് നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മളിൽ അങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മരണത്തെ സ്വീകരിക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറായി നിൽക്കുക. ഒന്നുകൂടി പറയാണ്, മരണത്തെ സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറാക്കുക. ശാരീരികം എന്നുള്ള പദം പോലും ഞാൻ ഉപയോഗിച്ചത് ബോധപൂർവമാണ്. നമ്മൾ ശാരീരികമായി നമ്മൾ തയ്യാറാണ്. എനിക്ക് ഇപ്പൊ മരണം സംഭവിച്ചാൽ എന്റെ ശരീരം അതിന് തയ്യാറാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. എന്റെ മനസ്സും അതിന് തയ്യാറാണ്. ഇപ്പൊ ശരീരവും മനസ്സും മരണത്തെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറായിക്കൊണ്ട് നമ്മൾ നിൽക്കേണ്ടതില്ല. ഈ മരണചിന്ത ഉണ്ടായാലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന 2-3 കാര്യങ്ങൾ അവനുണ്ടാവുന്ന ഒരു മരണബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ, ഒന്ന് പറയുന്നത് തൗബക്ക് ധൃതി കാണിക്കും ഒരു മനുഷ്യൻ. മരണചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കും. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ, പടച്ചോനെ എന്റെ നല്ലപ്പം കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ചെയ്യേണ്ടത് കുറെ ചെയ്യാതെ പോയി. അപ്പൊ ഈ മരണചിന്ത ഉണ്ടാവും, മരിക്കല്ലോ എന്ന് ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തൗബ ചെയ്യാം. ഈ മരണചിന്ത ഇല്ലാത്ത ആളുകളോ ഒരു തൗബ ഉണ്ടാവില്ല, ഒരു തൗബ ആയിട്ടില്ല. ഒന്നതാണ് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിച്ച്. രണ്ടാമത്, നമുക്ക് ഈ മരണചിന്ത വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതി എന്താ വെച്ചാല്, നമുക്ക് റിസ്ക് കുറഞ്ഞാലും ഉപജീവനം കുറഞ്ഞാലും നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവും. മനസ്സിലാവും. റിസ്ക് കുറഞ്ഞാലും നമ്മുടെ ഉപജീവനം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു സൗകര്യങ്ങള് എല്ലാം നമുക്ക് കുറഞ്ഞാലും നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാവും. എന്താ? ഞാൻ മരിച്ചു പോകേണ്ട ആളല്ലേ, പടച്ചോനിക്ക് ഇങ്ങനെയെങ്കിൽ തന്നില്ലേ. ഇനി ഈ മരണചിന്ത ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും നിരാശയായിരിക്കും. എന്താ ഞാൻ ഇങ്ങനെ, എനിക്ക് ഉപജീവനമില്ലല്ലോ, മറ്റൊരു അങ്ങനെ സുഖമുണ്ടല്ലോ, ഇങ്ങനെ സുഖമുണ്ടല്ലോ, ഇങ്ങനെ ചിന്തകൾ ഉണ്ടാവും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാം. മൂന്നാമത് പണ്ഡിതന്മാർ മരണചിന്തയുള്ള ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ സ്വഭാവം എന്താ അറിയോ? ഇബാദത്തുകളില് വളരെ ആവേശം ഉണ്ടാവുന്നതാണ്. ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ നല്ല ആവേശം ഉണ്ടാവും. കാരണം എന്താ? ഞാൻ ഇപ്പൊ നാളെ മരിച്ചു പോയാൽ എന്താ ചെയ്യാ, ഞാൻ അസറിന് മുമ്പ് മരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സംസാരം കൊണ്ടുള്ള കടമകളൊക്കെ ആണെങ്കിലും അത് തീർക്കാൻ വേണ്ടിട്ട് നമുക്കൊരു താല്പര്യം, അമിതമായ താല്പര്യം ഉണ്ടാവും. ഇതില്ലാത്തവനോ, മരണചിന്ത ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഓനിതൊന്നും ചിന്തിക്കൂല, അതിനൊന്നും ആയിട്ടില്ല, ഇതിനപ്പോ ഈ ഭാഗത്തിൽ ഇപ്പൊ ഇതിനപ്പോ വേറെ പള്ളിക്ക് ജമാഅത്തിന് വരുന്നത്, അല്ലെങ്കിൽ നേരെ എന്തിനാ പള്ളിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഓരോ ആരാധനാ കർമ്മങ്ങളിലും അല്ലെങ്കിൽ ഇക്കൊല്ലം പാട്ട് അടുത്തല്ലായിക്കോട്ടെ എന്നുള്ള ചിന്തയായിരിക്കും മരണചിന്ത ഇല്ലാത്തവനിൽ ഉണ്ടാകുക എന്ന് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു സംഗതി അല്ലാത്തതുകൊണ്ട് ജീവിതവും മരണവും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത്
അധികാരമുള്ളവൻ, മഹത്തരമുള്ളവനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അത് പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചു തന്നവൻ. ലിയബ്ലുവക്കും, എന്തിനാണ് ഈ മരണവും ജീവിതവും? ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത്, നല്ല വിശ്വാസത്തോടു കൂടി ഈ ദുനിയാവിൽ സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് ആരാ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ജീവിതവും മരണവും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ നാളെയാകാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യവും നമ്മൾ നീട്ടിവെക്കാതെ, നമ്മൾ ഏത് സമയം ഈ നിമിഷം ഞാൻ മരിക്കും എന്നൊരു വിചാരത്തോടു കൂടി ആ മരണത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ഏത് സമയത്താണെങ്കിലും നമ്മൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഖുത്ബയിലൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും പറയും, എന്താ പറയുന്നത്? ഇത് നമ്മളോട് എല്ലാ വെള്ളിയാഴ്ച പറയാൻ വേണ്ടി പറയാ, ജനങ്ങളെ, വിശ്വസികളെ, എന്താ പറയുക? അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അള്ളാഹു പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണം. അതാണ് അതിന്റെ ഹഖ്ഖത്തുഖാത്തി പറഞ്ഞ. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് തുഖാത്ത് എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞത് അതാ. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും പരിശോധിക്കുക. അള്ളാഹു പറഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ടോ? അള്ളാഹു ചെയ്യണമെന്ന് പറയുന്നതിൽ എത്രമാത്രം എനിക്ക് താല്പര്യമുണ്ട്? ഞാൻ എത്രമാത്രം ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു സംഗതി അത് എന്റെ ജീവിതത്തിലുണ്ടോ? അത് ജീവിതത്തിൽ കൊണ്ടാണെങ്കിലും, സാമ്പത്തിക രംഗത്താണെങ്കിലും, സാമൂഹിക രംഗത്താണെങ്കിലും, നമ്മുടെ സംസാരം കൊണ്ടാണെങ്കിലും എല്ലാം നമ്മൾ ആലോചിക്കുക. പടച്ചവന് തൃപ്തിയില്ലാത്ത ഒരു സംഗതി ഞാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ എന്നിൽ തഖ്വയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു പറഞ്ഞതിന് ഞാൻ താല്പര്യം കാണിക്കുന്നുവോ? പടച്ചവന്റെ തൃപ്തി എനിക്ക് വേണം, പടച്ചവനോടുള്ള തഖ്വ എനിക്ക് വേണം എന്ന ചിന്തയോടുകൂടി നമ്മൾ ഒരു കാര്യത്തോട് സമീപിക്കുന്നുവോ എങ്കിൽ അയാളിൽ തഖ്വയുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പടച്ചവനെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അതാണ് നമുക്കൊരു ഉപദേശം തരിക. എവിടെ വെച്ചാ, എങ്ങനെയാണ്, എപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച്, കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികളാണ്. ആ മയ്യത്ത് പോലും ആരെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞു പോയി. നിങ്ങൾ ആലോചിക്കണം, അതിൽ ആരുടെ മയ്യത്ത് DNA ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു അവസ്ഥയാണോ നമുക്ക് വരാമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എവിടെ വെച്ച് മരിച്ചാലും, എങ്ങനെ മരിച്ചാലും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അള്ള പറഞ്ഞ വാക്ക, മുസ്ലിങ്ങളായിക്കൊണ്ടുണ്ടാകും മരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ജീവിക്കുമ്പോ പള്ളിയിൽ മാത്രമല്ല, പള്ളിയിലൊക്കെ നമ്മൾ നല്ല ഉഷാറാണ്. എല്ലാവരും പള്ളിക്ക് പുറത്തും ജീവിതമുണ്ട്. കുറഞ്ഞ മണിക്കൂറുകളായി ഒരു മനുഷ്യൻ ഒരു വിചാരിച്ച് പള്ളിയിൽ ചെലവഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ള അയാളുടെ സിംഹഭാഗവും, ജീവിതത്തിന്റെ ദിവസത്തിന്റെ സിംഹഭാഗവും അയാൾ ചെലവഴിക്കുന്നത് പുറത്താണ്, വീട്ടിലാണ്, നാട്ടുകാർക്കിടയിലാണ്, കച്ചവടങ്ങളിലാണ്, അവന്റെ മറ്റു വ്യവഹാരങ്ങളിലാണ്. അവിടെയൊക്കെ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിച്ച് എവിടെ വെച്ച് മരണപ്പെട്ടാലും തഖ്വയോടുകൂടി മരിച്ച്, ഈമാനോടുകൂടി മരിച്ച്, മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ വേണ്ടി ആണ് ഖുർആൻ അള്ളാഹു നമ്മോട് ഉപദേശിക്കുന്നത്. ആ ഉപദേശം അനർത്ഥമാകുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക. മാത്രവുമല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വാക്കുണ്ട്, ഇദാ അംസൈത ഫലാ തന്തദിർ സബാ. ഇതാണ് നമ്മുടെ ജീവിതം. എന്താ പറഞ്ഞത്? നീ അംസൈത ഫലാ തന്തദിർ സബാ, നീ വൈകുന്നേരമായാൽ പിന്നെ രാവിലെ ആകട്ടെ എന്ന് നീ പ്രതീക്ഷിക്കാൻ പാടില്ല. രാവിലെ ആകട്ടെ, ഇതാണ് മരണപ്പെട്ട. നമ്മളൊക്കെ രാത്രി സുബൈന്റെ മുമ്പോ അല്ലെങ്കിൽ രാത്രിയൊക്കെ പലപ്പോൾ ഫോൺ കോളുകൾ വന്നാൽ നമുക്കറിയാം എന്തോ ഒരു അപകടത്തിന്റെ വാർത്തയാണ്. വാട്സപ്പുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ രാവിലെ ആകട്ടെ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇനിയോ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരമാകട്ടെ. അപ്പൊ നന്മയുടെ കാര്യത്തിൽ ഒന്നും നമ്മൾ പിന്തിക്കാൻ പാടില്ല. അത് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യണം, ഇപ്പൊ തന്നെ ചെയ്യണം. അതാണ് അദ്ദേഹം പറയാണ്, നിന്റെ ആരോഗ്യമുള്ള സമയത്ത്, രോഗിയാകുന്ന സമയത്തിന് വേണ്ടി നീ ഒരുക്കി വെക്കണം. എപ്പോഴാണ് രോഗിയാകുക എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോ ആലോചിച്ചു,
ചില സഹോദരന്മാരൊക്കെ ചില ടെസ്റ്റുകൾ അറിഞ്ഞ് ആ ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ പോകേണ്ടത് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരുന്നതാണ് ഒരു വേദന, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെറിയൊരു പ്രശ്നം ചെന്നപ്പോഴാണ് പറയുന്നത് നിങ്ങൾ പോകേണ്ടത് ഇനി ഈ ഹോസ്പിറ്റലിലേക്കല്ല, അതിന് പ്രത്യേകം ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇത് നാളെ എന്നോടും നിങ്ങളോടും പറയില്ല എന്ന് നമ്മളൊന്നും വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ജീവിത കാലഘട്ടത്തിൽ നീ മരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നീ തയ്യാറാക്കുക. അങ്ങനെ നമ്മുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ ജീവിതം ശാശ്വതമല്ല, ശാശ്വതമായ അനശ്വരമായ നാളെ പരലോക ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള കോപ്പുകൾ ഒരുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെവരെയും ഉൾപ്പെടുത്തി നിർത്തിയിരിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തഖ്വല്ലാഹി ബറക. സ്നേഹനിധികളായ കാരണവന്മാരെ, ജ്യേഷ്ഠാനിമാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന കിറാമുൻ ബിൻതി ആയിഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്. കാന കിറാമുൻ ലി ആയിഷത സതറത് ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഒരു കാഴ്ച, ഒരു ബിരി ആയിഷ ബീവി നിർത്തിട്ടിരുന്നു വീടിന്റെ മുമ്പിൽ. അങ്ങനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറഞ്ഞു, അമീതി അന്ന കിറാമക്കി, നിന്റെ ആ മുന്നിലുള്ള ആ വിരിപ്പ്, ആ പുതപ്പ് നീ അവിടുന്ന് മാറ്റുക. ഫഇന്നഹു ലാ തസാലു തസാദിറുഹു താരിഖു ഫീ സലാത്തി, ആ വിരിയിലുള്ള ചിത്രങ്ങളെ നമസ്കാരത്തിൽ എന്നെ അശ്രദ്ധമാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞാൻ പെരുന്നാളിന്റെ പുതുവസ്ത്രങ്ങൾ എടുക്കുന്ന സന്ദർഭത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് വെറുതെ പറയുന്നല്ല. ഒരു ഇമാമാണെങ്കിലും ഖതീബാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപദേശിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമസ്കരിക്കുന്നതിന് മുമ്പിൽ നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ പോകാവുന്ന, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കൊക്കെ അറിയാം നമുക്ക് എത്രമാത്രം ഏകാഗ്രത നമസ്കാരത്തിനുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതിന്റെ തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ ഏകാഗ്രതയെ തടസ്സമായി നിൽക്കുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ചിത്രങ്ങളോ എഴുത്തുകളോ ഉള്ള വസ്ത്രങ്ങളോ പുതപ്പുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ മക്കൾക്ക് ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുകയാണെങ്കിലും, നമ്മൾ പ്രായമുള്ള ആളുകൾ ഡ്രസ്സുകൾ ധരിക്കുകയാണെങ്കിലും നമുക്കത് ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് ആ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പിൻഭാഗത്ത്, നമ്മുടെ ബനിയനിലോ നമ്മുടെ ഷർട്ടിലോ ബാഗിൽ എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ബാഗിൽ നമസ്കരിക്കുന്ന ആ മനുഷ്യന്റെ കാഴ്ച ഒരു വട്ടെങ്കിലും അങ്ങോട്ട് പോകാതെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇതിപ്പോ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അശ്രദ്ധമായി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അത്തരം ഡ്രസ്സുകൾ ഒരു പള്ളിയിൽ വരുന്ന സമയത്ത് നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിരിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ നമസ്കരിക്കുമ്പോൾ ചെയ്യാൻ കുഴപ്പമില്ല. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കീറിക്കളയാനല്ല, മറ്റാവശ്യങ്ങൾക്ക് വിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. പലപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ പലരും തയ്യാറാണ്. പറയുന്ന ആളുകൾ ഇങ്ങനെ പറയാം, കേൾക്കുന്ന ആളുകൾ കേൾക്കുക, പിന്നെയും അങ്ങനെ തന്നെ ആവർത്തിക്കുക. അങ്ങനെ വരരുത്. അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പാലിക്കാൻ അത് തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. അതാണ് റസൂലിനോടുള്ള സ്നേഹം. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പരമാവധി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളാരും പൂർണ്ണരല്ല. പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ. എന്നാലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകും.
കഴിയുന്ന മാതിരി അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകും. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചു നമ്പരാൻ പുറത്ത് മാത്രം പെരുമാറാകും. നമ്മളിൽ നിന്നും മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മറ്റു സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പടച്ചവനെ അവർക്കെല്ലാവരും നീ മാൽഫലത്തും മറുഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വളരെ രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലരും അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ നീ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കത്തിയാളും നരകാഗ്നിയിലും ഖബർ ശിക്ഷയിലും നീ ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ എത്ര ചെറുതാണെങ്കിലും ഞങ്ങളിൽ സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ ചെയ്തു പോയ എത്ര വലിയ പാതകങ്ങളാണെങ്കിലും പാപങ്ങളാണെങ്കിലും റഹ്മാനായ തമ്പുരാനെ നീ ഞങ്ങൾക്ക് പൊറുത്ത് മാപ്പാക്കിത്തരണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.